ഹലോ ഗൈസ്, അപ്പം നമ്മളൊരു പുതിയ വീട്ടിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ നമുക്ക് ഇന്ന് പറയാനുള്ള ചെറു വിശേഷങ്ങളൊക്കെ ഇങ്ങനെ കാണിച്ചു തരാം. അതിൻ്റെ ഇടയിൽ ഈ വിശേഷം നിങ്ങൾ കണ്ടോളി. ഇപ്പോൾ എല്ലാവർക്കും അറിയാം എന്ന് തോന്നുന്നു. അപ്പോൾ ജസ്റ്റ് ഒന്ന് നമ്മളെ പുറത്തൊക്കെ ഒന്ന് ഇറങ്ങി നോക്കട്ടെ. ഇങ്ങനെ റൂമിൽ ഇങ്ങനെ ചടച്ചിരുന്നിട്ട് ഭ്രാന്ത് പിടിക്കുന്നുണ്ട്. എന്നാണ് റൂമിലിരുന്ന് കെട്ടുന്ന ബെഡൊക്കെ എല്ലാം കുറേ ഇരിക്കണം. എന്തായാലും ഷർമല്ല എന്തായാലും ഒന്ന് പുറത്തേക്കൊക്കെ ഇങ്ങനെ ഇറങ്ങി നോക്കിട്ട് എന്നെ കാണാൻ വന്ന ഒരാളെ കാണുന്നേ. എന്തായിരുന്നു ഇവിടെ ഇരുന്ന റീലാണ് എന്നെ കാണാൻ വന്നാണല്ലോ. ഇതെന്തിനാ കാണാൻ വരുമ്പോ എന്താ ഓറഞ്ച് അല്ലെങ്കിൽ ഒരു ആപ്പിൾ എന്താടാ എന്നാ നോമ്പറക്കുമ്പോ ഈത്തപ്പഴം നോമ്പുണ്ടോ ഇല്ലേന്നത് നോക്കരുത്. ഇതായിരുന്നാ ബുള്ളറ്റ്? ഇതായിരുന്ന ബുള്ളറ്റ് നാസിഫിനാ കളെണ്ണ പാടത്ത് പോയാലോ? ഇവിടെ ഭയങ്കര തലനോട്ടാണ് കേട്ടോ, ഭയങ്കരമായിട്ടുള്ള തലനോട്ടം. തല നോക്കിട്ട് നമ്മൾ പുറത്തൊക്കെ ഇങ്ങനെ ഇറങ്ങിയിട്ട് കുറച്ച് കാര്യങ്ങൾ കാണിച്ചാൽ ഇവിടെ കുറച്ച് ആൾക്കാർ പാചക സംഭവം ഇത് നിങ്ങൾ ഉദ്ദേശിച്ചിട്ടുള്ളത് പാചക അല്ലാ എടി തൂറ്റല പിടിച്ചിട്ടാ ഉള്ള കാര്യം പറഞ്ഞുതരാ. റബ്ബേ ചാമ്പക്ക ഇതാ എന്തൊക്കെയാണ് അത് തിന്നുകണ്ടില്ലേ? നോമ്പല്ലേ എനിക്ക് ാ കള്ളൻ. അതിൽ വലിയൊരു കള്ളൻ. ഇത് പിന്നെ ചെറുതാണെന്ന് വിചാരിച്ച ഇത് കണ്ട ഈ രണ്ട് മൂത്ത മോയന്താള് ഇരുന്ന് തിന്നണ്. സുറും പൊളി വേണ്ട സുറും പൊളി ചേച്ചി തിന്ന് ഹലോ തിന്ന് കഴിഞ്ഞാ ഇനി അവിടെ ബാത്റൂമിന് ക്യൂ നിൽക്കി നിങ്ങൾ കേട്ടാ. ബാത്റൂം കാണിച്ചാൽ നിങ്ങളാ ഞാൻ സിയ ഈ പൈസ ഞാൻ എടുക്കട്ടെ. ഇവിടെ ഒരു 20 റുപ്യ ഞാൻ എടുക്കട്ടെ. എൻ്റെ പൈസ അപ്പൊ എന്താ ഉന്നോ കളിക്കുകയാണ്. കളി അറിയില്ല, ഇവർക്ക് കളി അറിയില്ല. ഞാൻ ഇന്നലെ പഠിച്ചിട്ടുള്ളൂ. ഞാൻ പഠിച്ചവൻ അതപ്പോ വരും. നമുക്ക് കളി കാണാം. കമോൺ എന്താ ഉനോ മാസ്റ്റർ, ഉനോയുടെ കിങ് ആണ്. ഇതാ ഉനോ വന്നിട്ടുണ്ട്. ഇജുണ്ടാ ഞാൻ മാർച്ച് കാണ്ടിരിക്കും ശരിക്കും. കളിയൊക്കെ പറഞ്ഞു കൊടുക്ക. കളിയൊക്കെ പറഞ്ഞു കൊടുക്ക. ആശാൻ പറഞ്ഞു. ആ +2 അറിയാം. +2 തോറ്റാ ജയിച്ചോ? അപ്പൊ ഇതൊക്കെയാണ് ഇതിന്റെ സ്പെഷ്യൽ കാർഡുകള്. ഇപ്പൊ ഞാൻ കളിക്കണേന് ഇത് പൈസക്ക് വെച്ച് കണ്ടുള്ള കളിയാണ് എല്ലാം തെറ്റ്. അല്ലാതെ ഒരു കളി കളിച്ച് ചേരിട്ടൊന്നും തെറ്റല്ല. ഈ പൈസക്കും അതാണ് ഈ ബെറ്റ് വെക്കല്. ഈ 5 കാർഡാണ് സ്പെഷ്യൽ. ഇപ്പൊ ഒരു കാർഡ് വന്നു. ഇതിന്റെ മേലെ എനിക്ക് നീല വെക്ക. നീല ഉണ്ടെങ്കിൽ എന്താ നമ്പർ നോക്കിട്ട് വെക്ക. 3 പച്ച ആ നമ്പറോ 9 ഇട്ടണം. 9 വെക്കാം, അല്ലെങ്കിൽ കളർ നോക്കിട്ട് വെക്കാം. ഇപ്പൊ ഇതിന്റെ മേലെ നീലാണെങ്കിൽ നീല എനിക്ക് വെക്കാം, അല്ലെങ്കിൽ 9 ആണെങ്കിൽ 9 വെക്കാം. അപ്പൊ കളർ നോക്കണ്ട. ഇതൊന്നും ഇല്ലെങ്കിൽ ഒന്ന് വലിച്ചണം. ഒന്ന് ഇതിൽ അട്ടിണ്ടാവും, അതിന് വലിക്കണം. കിട്ടിയില്ലെങ്കിൽ പാസ്സാവും, കളി പാസ്സാവും. പിന്നെ ഈ കാർഡ് ഇതിലെങ്കിലും പാസ്സാവൂല്ലോ. ഈ കാർഡ് ഈ നീലന്റെ മേലെ വെക്കാം. നീലന്റെ മേലെ വെക്കാം. നീലന്റെ മേലെ വെച്ചാല് അന്റെ നേരെ അപ്പുറത്തുള്ള ആളെ ഇതേ കാർഡ് ഉണ്ടെങ്കിൽ അത് ഇതിന്റെ മേലേക്ക് വെക്കാം. അതുണ്ടെങ്കിൽ അതിന്റെ അപ്പുറത്തുള്ള ആളെ ആ കാർഡില്ല. അപ്പൊ ഞാൻ 4 എടുക്കണം. ഇജ്ജ് +2 വെച്ചു, ഇവനും +2 വെച്ചു. അപ്പൊ ഞാൻ 4 കാർഡ് എടുക്കണം. ഇജ്ജ് മാത്രം +2 എടുത്തു, +2 വെച്ചു.
അപ്പൊ ഞാൻ എടുക്കണം. 2 എടുക്കണം. അങ്ങനെ എന്റെ അടുത്തും ആ കാർഡ് ഉണ്ടെങ്കിൽ ഞാനത് അതൊക്കെ എനിക്ക് കിട്ടണ്ടില്ല. എനിക്ക് ലക്കാണത്. എനിക്ക് കിട്ടണ്ടില്ല. ഈ കാർഡ് കളറിന്റെ മേലെ ഈ കളർ നോക്കിട്ട് വെക്കാം. അപ്പൊ ഇത് എന്താ ബ്ലോക്കാണ്. ഇത് വെച്ചാല് എനിക്ക് അപ്പൊ നിന്റെ കളി കഴിഞ്ഞിട്ട് എനിക്കാണ് ആ കളി എനിക്ക് ബ്ലോക്ക് ആവും. അപ്പൊ ഞാൻ നേരെ കളിച്ചു. ഈ കാർഡ് ഇജ് വെച്ചാല് ഇപ്പൊ ഇങ്ങനെയാണ് വരാറുള്ളത്. അത് ഇങ്ങനെ വരും. ഇജ് വെച്ചാ പിന്നെ ഇങ്ങനെ ആവും. ഇത് നമ്മള് ടെക്നിക്കലാണ് ഈ കാർഡൊക്കെ വെക്കേണ്ടത്. ഇതിപ്പോ ഞങ്ങള് മേലെ ഉണ്ട് അടിക്ക് വെച്ചുകൊണ്ട് കൊടുത്ത് കാർഡ് വെച്ചൂടെ വെക്കാം. പക്ഷെ അതേ കളർ വേണം. അതൊക്കെ ഇനി കളിക്കുമ്പോ മനസ്സിലാവും. ഒക്കെ കളിക്കുമ്പോ മനസ്സിലാവും. അന്റെ അടുത്ത് പച്ചയും ചുവപ്പും ഉള്ളു. ഇവിടെ നീലാണ് വെക്കാനുള്ളത്. അപ്പൊ എന്റെ അടുത്ത് നീലല്ല. അപ്പൊ ഇത് വെച്ച് കണ്ട് എന്താ പച്ച എന്റെ അടുത്തുള്ള കാർഡിന്റെ കളർ പറയാം. അപ്പൊ അതിന്റെ മേലെ വെക്കാം. പറയണം. പിന്നെ +4 ഈ കാർഡ് ഏത് കാർഡിന്റെ മേലെയും വെക്കാം. ഏത് കാർഡിന്റെ അതിനാണ് ഈ വെച്ചു വിചാരിച്ചോ. ഈ വെച്ചാല് അതിന്റെ അപ്പുറം ഞാനാണ് ഉള്ളത്. ആ ഈ 4 കാർഡ് ഞാൻ എടുക്കണം. നമ്മളെടുത്ത് കാർഡ് മാക്സിമം എന്താ വേണം ഒഴിവാക്കണം. നമ്മളെടുത്ത് നമുക്കൊരു 7 കാർഡ് ഫസ്റ്റ് തരും. ഇത് ഞാൻ വെക്കരുത്. വെച്ച് ഞങ്ങൾ ഇത് കുറയും. അങ്ങനല്ല, എനിക്ക് കൂടും. അപ്പൊ ഇത് വെച്ച് കഴിഞ്ഞാല് എനിക്ക് 4 കൂടും. ഒരാൾക്ക് അപ്പൊ ഇന്റെ അടുത്ത് ഇത് കൂടല്ലോ, കാർഡ് കൂടും. രണ്ടാമത്തെ കാർഡ് എപ്പോഴും വെക്കുമ്പോ അങ്ങനെ 2 കാർഡ് മാത്രം. അപ്പൊ എന്റെ അടുത്ത് കയ്യിൽ 2 കാർഡേ ഉള്ളൂ ഇനി ബാക്കി. അപ്പൊ അതിൽ ഏതെങ്കിലും സ്പെഷ്യൽ കാർഡ് അല്ലാത്ത വേറെ ഏതെങ്കിലും കാർഡ് വന്നാലേ അത് ഉനോ പറഞ്ഞാണ്ട് വിളിച്ചാണ്ട് വെക്കണം. അല്ലെങ്കിൽ ഇത് വിളിച്ചിട്ടില്ലെങ്കിൽ ഞാൻ വിളിച്ചു. അല്ല ഇത് വിളിച്ചില്ല, ഞാൻ വിളിച്ചു. അപ്പൊ ഈ വീണ്ടും 2 വേറെ കാർഡ് എടുക്കേണ്ടി വരും. 4 എടുക്കേണ്ടി വരും. അപ്പൊ അങ്ങനെ ഇന്നപ്പോ കളി 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 അപ്പൊ കളിയൊക്കെ പറഞ്ഞു കൊടുത്തു. ഉഷാറല്ലേ? സെറ്റാവോ? ജയിക്കോ? ഞാൻ കളിച്ച ഫസ്റ്റ് 2 കളി അപ്പൊ നമ്മള് കളിക്കട്ടെ. കാർഡുകൾ ഒതുക്കി വെക്കുകയാണ്. ഇനി ഈ ബാക്കിയുള്ള കാർഡ് ഇവിടെ വെക്കും. ഇനി ഇത് ഇവിടെ വെക്കും. ഇതിൽ നിന്നാണ് ഞാൻ എൻ്റെ അടുത്ത് ഇല്ല എന്നുള്ളതുണ്ട് എടുക്കണ്ടി. ഓക്കെ, അപ്പോൾ നമ്മൾ കളി തുടങ്ങുകയാണ് ഗൈസ്. അപ്പോൾ എൻ്റെ ഈ കൈയിട്ട് ഞാൻ കളി 2 വീഡിയോ എടുക്കാൻ പറ്റില്ല. പെണ്ണുങ്ങൾ ഏതായാലും കുളിച്ച് വരാം. ഞാൻ ജയിച്ചു. പാവം ഇത് കളി തുടങ്ങിയോണ്ട് കളി പഠിപ്പിച്ചെന്നാണ് ഇതാ തോറ്റിരിക്കണേ. ഉനോ ഇതാ അടുത്തതായിട്ട് ജയിക്കാൻ പോകുന്ന ഒരാളാണ്. ഇപ്പൊ ജയിക്കും, ഇപ്പൊ ജയിക്കും. ജയിക്കും ജയിക്കും. ആര് ജയിക്കും? ആര് ജയിക്കും? ആര് ജയിക്കും? മിക്സിങ് നല്ലപോലെ മിക്സ് ചെയ്യണേ. മിക്സ് ചെയ്യണേ. ഇതെന്ത് മിക്സ് ചെയ്യലടാ? ഇതിലാറ് മറ്റേ അപ്പുറത്തെ ബാബുവട്ടന് മിക്സ് ചെയ്യല്ലോ. കുട്ടീനെ അപ്പുറത്ത് കൊണ്ടു കൊടുത്താണ് വന്നിട്ട് കുരിപ്പ്. ഒരേക്ക് അടുത്ത കളി. ഒരു കളിയിൽ ഞാൻ ജയിച്ചു, ഇവൻ തോറ്റു. ഞാൻ അടുത്ത ഈ കളിയില് ജയിക്കോ? ഈ കളിയിൽ ജയിക്കോ? 5-6 കളിയില് ആവേശത്തെ ലാസ്റ്റ് മത്സരം. നിന്റെ അടുത്ത് എത്ര ഉണ്ട്? 4. എൻ്റെ അടുത്ത് എത്ര ഉണ്ട്? 4. ലാസ്റ്റ് ഇപ്പൊ തീരും 7. യൂനെ വിളിച്ചില്ല. അവസാനം ഞാൻ എൻ്റെ അടുത്ത് എത്ര ഉണ്ട്? 30. ഇല്ല റെഡ്. ആ നമ്പർ ഉണ്ടോ? ഇല്ലല്ലോ. വലിച്ചോ. അവസാനം ഇപ്പൊ കഴിയും. അയ്യോ കൊറേ നേരായി. യാ റബ്ബേ, മഞ്ഞ ഫുള്ള് മഞ്ഞകളും ആണ്. മഞ്ഞ വെച്ചു. അടുത്തത് ശ്രദ്ധിച്ചോ. കിട്ടി. തോറ്റു. അയ്യേ പാവാണ് തോറ്റേ.
തോറ്റേ പാവാടേ ഞാൻ പോയി